ഒരിക്കൽ പറഞ്ഞു സൂപ്പർ ആണ് ഏഞ്ചൽ ഫോമിൻ്റെ ഇന്നറാണ്. ഇന്നറെന്ന് വെച്ചാൽ ബ്ര. ഇതും അതെ, ഏഞ്ചൽ ഫോമിൻ്റെ. ഇത് എല്ലാം ഏഞ്ചൽ ഫോം അല്ല, ഇതിൽ ഈ മൂന്നും ഏഞ്ചൽ ഫോം, പിന്നെ വേറെയുണ്ട് വിലക്കിയിട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് വി സ്റ്റാർ എന്താണ്, വി സ്റ്റാറിൻ്റെയും പിന്നെ വേറെ ബ്ലോസം ഇതിൻ്റെയൊക്കെ എനിക്കുണ്ട്. വർഷങ്ങളോളം നിൽക്കും, 5-6 കൊല്ലമൊക്കെ നമ്മൾ വാങ്ങിയതിലേക്കും. കുറച്ച് റേറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഏഞ്ചൽ ഫോമിൻ്റെ വാങ്ങുമ്പോൾ സാധാ വാങ്ങുന്നതിനേക്കാളും അളവ് കൂട്ടി വാങ്ങേണ്ടി വരും. 38 വാങ്ങുകയാണെങ്കിൽ 40 വാങ്ങേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇട്ട് നോക്കാൻ പലയിടത്തും വിടാറില്ല. അപ്പോൾ നമ്മുടെ ബോഡീൻ്റെ മുകളിൽ നിന്ന് തന്നെ ഇടാം. വീട്ടിൽ ഞാനിതേ യൂസ് ചെയ്യുള്ളൂ. അതിന് കാരണവും ഞാൻ പറഞ്ഞുതരാം. പലർക്കും ഈ ചെസ്റ്റിൻ്റെ താഴെ, ബ്രസ്റ്റിൻ്റെ താഴെ പിന്നെ ഇത് വരും, ചൊറിച്ചിൽ വരും, എലാസ്റ്റിക് വരുമ്പോൾ. ഇതുകൊണ്ട് അടിയിൽ ഇങ്ങനെ എലാസ്റ്റിക്, അടിഭാഗത്ത് എലാസ്റ്റിക്കാണ് എല്ലാത്തിലും. അതെ, എനിക്ക് അടിഭാഗത്ത് എലാസ്റ്റിക് വേണം. കണ്ടോ, അടിഭാഗത്ത് എലാസ്റ്റിക് ആയിരിക്കണം. എലാസ്റ്റിക് ഇല്ലാത്തത് ഇത് കോട്ടൺ മടക്കി അടിച്ചത്. എനിക്ക് അടിഭാഗത്ത് എലാസ്റ്റിക് ഇല്ലാത്തത് വേണം. ഇതെന്തെല്ലാം കോട്ടനാണ്. ഇത് ഫുൾ പ്യുവർ കോട്ടൺ, എല്ലാ ഭാഗവും കോട്ടൺ. എലാസ്റ്റിക് ആകെ വരുന്നത് ഈ ഒരു പോർഷൻ അത്ര എലാസ്റ്റിക് വരുന്നുള്ളൂ. പിന്നെ സ്ട്രാപ്പേ വരുന്നുള്ളൂ. സ്ട്രാപ്പിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേങ്കിൽ എപ്പോഴും പിന്നെ ബ്രസ്റ്റിൻ്റെ താഴെ എനിക്ക് ആ പ്രോബ്ലം വരാറുണ്ട്. അപ്പം ഇതിൻ്റെ ഹുക്കിൻ്റെയൊക്കെ ഇവരുടെ പ്രൊമോഷനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക എന്തായാലും. അല്ലാണ്ട് സാധാ നോർമൽ നമ്മൾ വാങ്ങുമ്പം തന്നെ 100-150 രൂപയൊക്കെ ആവുമായിരിക്കും. അത് തന്നെ വാങ്ങി ഒരു 4-5 മാസം കഴിയുമ്പോൾ അത് കളയേണ്ട അവസ്ഥയാണ് വരുന്നത്. ഇതിപ്പോൾ 4 ഒന്നുമല്ല കേട്ടോ, എനിക്ക് 7 ഉണ്ട്. എനിക്ക് വേണം അത്രയും. അപ്പോൾ ഞാനത് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്. മീൻസ് റൗണ്ട് സ്റ്റിച്ച്, കട്ടിങ് സ്റ്റിച്ച്, അങ്ങനെ എന്തൊക്കെയുണ്ട് എന്നറിയില്ല. എനിക്കിത് ഈ കോട്ടൺ നിർബന്ധം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ നോക്കിയെടുക്കുന്നത്. എനിക്കില്ലെങ്കിൽ ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. പുറത്ത് ഞാനത് യൂസ് ചെയ്യില്ല. പുറത്ത് ഞാൻ മറ്റേതേ യൂസ് ചെയ്യുള്ളൂ. പുറത്ത് പോകുമ്പോൾ ഇതിട്ടാൽ അവസ്ഥയെന്ന് വെച്ചാൽ പണ്ടത്തെ സിനിമയിലെ നായികമാരിടുന്നത് പോലെ ആയിരിക്കും ഇതിട്ടാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് ഞാനിതിടാറില്ല. ഇത് പുറത്ത് പോകുമ്പോൾ അങ്ങനെ ഞാൻ ഇടൂല. ഇനി ഇട്ടിട്ട് തിരിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ആ ഡ്രസ്സ് ഇടുമ്പോൾ മുകളിലൂടെ ഇട്ടിട്ട് തിരിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇടും. പിന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യയും പാകിസ്ഥാനായിട്ട് നിൽക്കുന്ന മാതിരി ഇതിടുമ്പോൾ നമുക്ക് തോന്നും. അമ്മമാരൊക്കെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും. പക്ഷേങ്കിൽ ഇപ്പോൾ ഉള്ളവർക്ക് അറിയാം ഇതിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും ആയിരിക്കും. അതുകൊണ്ട് മറ്റേതാകുമ്പം നേരെ കറക്റ്റായിട്ട് നിന്നോളും. നമുക്കിതിപ്പോൾ ഇഷ്ടമില്ല. പിന്നെ